ഹായ് മക്കളെ, വെൽക്കം ബാക്ക് സാർ. മക്കളെ, നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ DBMS ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. DBMSന്റെ അഡ്വാൻറ്റേജ് അത് നിങ്ങൾ പഠിക്കുക പോലെ അത് പഠിക്കാൻ കഴിഞ്ഞാൽ വളരെ വളരെ നഷ്ടമായിട്ടായിരിക്കും മക്കളെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. കാരണം എക്സാമിന് ഒരു 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ മക്കളത് DBMSന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ അഡ്വാൻറ്റേജ് ഓഫ് DBMS നമുക്ക് നോക്കാം. ഓരോന്നായിട്ട് വെക്കാം. നമുക്ക് ഓരോന്നായിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ദി അഡ്വാൻറ്റേജ് ഓഫ് DBMS. ഓക്കെ, ഈ ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കാൻ പോകല്ലോ കേട്ടോ. കാരണം ഇത് പരീക്ഷയ്ക്കാണെങ്കിൽ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത് അഡ്വാൻറ്റേജ് ഓഫ് DBMS. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഓരോ പോയിന്റ് വൈസായിട്ട് നിങ്ങൾ പഠിക്കട്ടോ. നിങ്ങൾ എണ്ണം പറഞ്ഞിട്ട് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ഒന്ന് നോക്കാം. അഡ്വാൻറ്റേജ് ഓഫ് DBMS. ഓക്കേടാ, ഫസ്റ്റ് വൺ ഈസ് കൺട്രോളിംഗ് ഡേറ്റ റിഡൻഡൻസി. കൺട്രോളിംഗ് ഡേറ്റ റിഡൻഡൻസി എന്താണ് ഡേറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാല് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റയെ വിളിക്കുന്ന പേരാണ് എന്താ? ഡേറ്റ റിഡൻഡൻസി. അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ വിളിക്കുന്ന പേരാ മക്കളെ എന്താ? ഡേറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞോ. അഥവാ അപ്പൊ നമ്മളിപ്പോ ഒരു DBMS യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഡേറ്റാബേസിലുള്ള ഡേറ്റാസിന് എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് ഫോംസ് കാണത്തില്ല. കാരണം ഒന്നിൽ കൂടുതൽ ഫോംസ് നമുക്ക് കാണേണ്ട കാര്യം, ഒരു സെയിം ഡേറ്റയുടെ ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫോം കാണേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് അവിടെ? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ റെഡ്യൂസ് ആകുന്നു കേട്ടോ. അതാണ് ഫസ്റ്റ് വൺ ഈസ് കൺട്രോളിംഗ് ഡേറ്റ റിഡൻഡൻസി. സെക്കൻഡ് വൺ ഈസ് ഡേറ്റ കൺസിസ്റ്റൻസി. എന്താണ് DBMS എന്ന് പറഞ്ഞാൽ അറിയാമെങ്കിൽ എല്ലാവർക്കും എന്താണ് DBMS? ആ ഒരു ഡേറ്റാബേസിലുള്ള ഡേറ്റ ആണെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് മാനേജ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ നമുക്ക് എന്താ? DBMS ആണല്ലേ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡേറ്റ കൺസിസ്റ്റൻസി. എന്താണ് ഡേറ്റ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാല്? നമ്മൾ ഒരു സെയിം ഡേറ്റയുടെ ഡിഫറെന്റ് കോപ്പീസ് ഡിഫറെന്റ് വാല്യൂസ് കാണിക്കും. ഓക്കെ, ഒരു സെയിം ഡേറ്റ അതിന്റെ ഡിഫറെന്റ് കോപ്പീസ് ഡിഫറെന്റ് വാല്യൂസ് കാണിക്കും. അതാണ് മക്കളെ ഡേറ്റ ഇൻകൺസിസ്റ്റന്റ്. അപ്പൊ ഡേറ്റ കൺസിസ്റ്റന്റ് ഓപ്പോസിറ്റ് എന്തായിരിക്കും? അതിന്റെ ഡിഫറെന്റ് കോപ്പീസ് സെയിം ഡേറ്റയുടെ ആ ഡിഫറെന്റ് കോപ്പീസ് എന്താടാ, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫയൽസിലാണെങ്കിൽ എന്താടാ? ഡിഫറെന്റ് വാല്യൂസ് അല്ലാണെങ്കിൽ സെയിം വാല്യൂസ് അല്ലേ. അപ്പൊ സെയിം വാല്യൂസ്, അതായത് നമുക്ക് ഈ പറഞ്ഞ ഒരു സെയിം ഡേറ്റയുടെ ആ ഡിഫറെന്റ് ഫയൽസിൽ ആ സെയിം വാല്യൂ കാണിക്കുന്നത് നമുക്ക് എന്താ? ഡേറ്റ കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പൊ ഡേറ്റ കൺസിസ്റ്റന്റ് ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് പഠിച്ചോടാ. ഓരോ പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കുക. വലിയ പാടൊന്നുമില്ല, വലിയ ടഫ് ഒന്നുമല്ല മക്കളെ. വളരെ ടഫ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. 5 മാർക്ക് ഉറപ്പിക്കും. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ 5 മാർക്ക് ഒരു എസ്സേ ചോദിക്കും. ആ എസ്സേ ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ, ഒന്നെങ്കിൽ അഡ്വാൻസ് ഓഫ് DBMS, അല്ലെങ്കിൽ റിലേഷൻ ആൾജിബ്ര. അതുകൊണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഹോപ്പുള്ള ക്വസ്റ്റ്യൻ ഇതാണ് അഡ്വാൻസ് DBMS തന്നെ കേട്ടോ. ഇതിന്റെ തട്ടതാണെന്നിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എഫിഷ്യന്റ് ഡാറ്റ ആക്സസ് മീനിങ് എന്താ? കാരണം എക്സ്പ്ലനേഷൻ പറയുന്ന കാര്യം എന്താ? നമ്മൾ ഈ അഡ്വാൻസ് പോയിന്റ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കട്ടെ. ഇങ്ങനെ പരിശോധിക്കുന്നത് എക്സ്പ്ലെയിൻ എനി 5 അഡ്വാൻറ്റേജ് ഓഫ് DBMS. അപ്പം 5 അഡ്വാൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഓക്കേടാ, സെറ്റിലടാ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എഫിഷ്യന്റ് ഡാറ്റ ആക്സസ്. അതായത് നമ്മുടെ ഡേറ്റാബേസിലുള്ള ഡേറ്റ ആണെങ്കിൽ റിട്രീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും എന്താ? വെറൈറ്റി ഓഫ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് മക്കളെ എഫിഷ്യന്റ് ഡേറ്റ ആക്സസ്. നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ ഇന്റഗ്രിറ്റി. എന്താ ഡേറ്റ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാല്? ഒരു ഡേറ്റാബേസിലുള്ള ഡേറ്റയുടെ ഓവറോൾ കംപ്ലീറ്റ്നെസ്, അക്യുറസി, കൺസിസ്റ്റൻസി, ഇതിനെ വിളിക്കുന്ന പേരാ മക്കൾ എന്താ? ഡേറ്റ ഇന്റഗ്രിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ആക്സിഡൻഷ്യൽ അല്ലെങ്കിൽ ഇന്റൻഷ്യൽ ഡിസ്ക്ലോഷർ, അൺഓതറൈസ്ഡ് ഡിസ്ട്രക്ഷൻ, മോഡിഫിക്കേഷൻ, അൺഓതറൈസ്ഡ് പേഴ്സൺസ്, അഥവാ വേറെ ഒരു പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ അൺഓതറൈസ്ഡ് അല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ മോഡിഫൈ ചെയ്യുക, അതിലൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമുക്ക് എന്ത് DBMS എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് DBMS എന്ന് പറയുന്നത്? ഡേറ്റ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഷെയറിംഗ് ഓഫ് ഡേറ്റ. നെക്സ്റ്റ് വൺ ഈസ് ഷെയറിംഗ് ഓഫ് ഡേറ്റ. എന്താണ് ഷെയറിംഗ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ? നമ്മുടെ സൈമൾട്ടേനിയസ്ലി ആയിട്ടാണെങ്കിൽ സൈമൾട്ടേനിയസ്ലി നമുക്ക് സെവറൽ യൂസേഴ്സിന് നമുക്ക് ഡേറ്റാബേസിലുള്ള ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റും. ഡേറ്റാബേസിലുള്ള ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് നമുക്ക് ഷെയറിംഗ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്.
ഓക്കെ, ഷെയറിംഗ് ഓഫ് ഡാറ്റ. ക്ലിയർ ആവടാ? ഷെയറിംഗ് ഓഫ് ഡാറ്റ. നെക്സ്റ്റ് നോക്കാം, എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്. എൻഫോഴ്സ്മെന്റ് സ്റ്റാൻഡേർഡ് അഥവാ ഈ പറഞ്ഞ ഈ DBMS ആണെങ്കിൽ ഒരു ഡേറ്റാബേസിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് എൻഫോഴ്സ് ചെയ്യുന്നു. പൊതുവായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ DB ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡേറ്റയെ ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഒരു ഡേറ്റ നമുക്ക് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഡേറ്റാസിനെയൊക്കെ സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇന്റർചേഞ്ച് ചെയ്യണം. ഒരു ഡേറ്റ ഒരു ഫോർമാറ്റ് കാണാം, ആ ഡേറ്റ ഫോർമാറ്റ് ഒക്കെ കീപ്പ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് നമുക്ക് എന്താ നമ്മൾ DBMS യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് DBMS പറയുന്നത് DBMS എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് എൻഫോഴ്സ് ചെയ്യുന്നത്. DBMS നമുക്ക് എന്താ ഒരു സ്റ്റാൻഡേർഡ് എൻഫോഴ്സ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ക്രാഷ് റിക്കവറി. എന്താണ് ക്രാഷ് റിക്കവറി എന്ന് പറഞ്ഞാല് നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഡേറ്റാബേസിലെ ഡേറ്റാസ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ക്രാഷ് സംഭവിച്ചു, എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചു. ഓക്കെ, അതൊക്കെ റിക്കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് മെക്കാനിസംസ്. ഓക്കെ, അതാണ് മക്കളെ എന്താ ഈ പറഞ്ഞ DBMS കുറച്ച് മെക്കാനിസംസ് ആര് പ്രൊവൈഡ് ചെയ്തടാ? DBMS പ്രൊവൈഡ് ചെയ്തോ. ഓക്കേടാ, അപ്പൊ നമ്മൾ ഡേറ്റാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്. ആര് പ്രൊവൈഡ് ചെയ്തടാ? DBMS പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് മക്കളെ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് ഓഫ് DBMS. ഫസ്റ്റ് വൺ നിങ്ങൾ പറയുക, നിങ്ങൾ ഹെഡ് പഠിക്കുക. ഫസ്റ്റ് വൺ ഈസ് കൺട്രോൾ ഡേറ്റ റിഡൻഡൻസി, ഡേറ്റ കൺസിസ്റ്റൻസി, എഫിഷ്യന്റ് ഡേറ്റ ആക്സസ്. നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ ഇന്റഗ്രിറ്റി, ഡേറ്റ സെക്യൂരിറ്റി, ഷെയറിംഗ് ഓഫ് ഡേറ്റ, എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, ക്രാഷ് റിക്കവറി കേട്ടോ. ഇത്രയും പക്കയായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. കാരണം 5 മാർക്ക് മക്കൾ ഉറപ്പാണ്, 5 മാർക്ക് ഉറപ്പാണ്, അതിലൊരു മാറ്റമില്ല. 5 മാർക്ക് ഷുവർ ആയിട്ട് മക്കളെ ഇതിൽ കിട്ടിയിരിക്കും. അത് നിങ്ങളെ കൂടെ പഠിക്കുക, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും, അതിൽ മാറ്റം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.